എൻ്റെ ബിസിനസ് തകർന്നു പോയി. നമുക്ക് തരാമെന്ന് പറഞ്ഞ ആൾക്കാർ, ഇന്ന് തരാമെന്ന് പറഞ്ഞ ആൾക്കാർ അയ്യോ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അപ്പോൾ പെട്ടെന്ന് കയ്യിൽ നിന്ന് വിട്ടുപോയി. ആ കയ്യിൽ നിന്ന് വിട്ടുപോകുമ്പോൾ നമ്മളത് ഉടനെ ചിലർ സ്മോൾ അടിക്കും, ചില ആൾക്കാർ തല കൊണ്ട് തല ഭിത്തിയിട്ട് അടിക്കും. അങ്ങനെയൊക്കെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. സഹായകനെ വേണം ഈ സമയത്ത്. സാധാ 15:26 പറയണത്. സഹായകൻ വരുമ്പോൾ എന്ത് പറ്റും? സഹായകൻ നമ്മുടെ കാര്യം പറയും. എന്താണ് എൻ്റെ സഹായം ഇല്ലാത്തതിൻ്റെ കാര്യം എന്താണ്? പശ്ചാത്താപം ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിൽക്കും. എല്ലാവരിലും പരിശുദ്ധാത്മാവ് ഉണ്ടേ, അവർക്കതിനെക്കുറിച്ചുള്ള ഒരു അറിവില്ലാത്ത മാത്രമേ കുഴപ്പമുള്ളൂ. ഇത് ഞാനിത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊടുന്നതിനെ ഉണ്ടാകുന്ന ആകസ്മികമായിട്ടുണ്ടാകുന്ന തകർച്ചകൾ, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷയ്ക്ക് എതിരായിട്ട് ഒരു കാര്യം സംഭവിക്കുമ്പോൾ പെട്ടെന്ന് നമ്മളുടെ സ്വപ്നങ്ങളെല്ലാം ചീട്ട് കൊട്ടാരം പോലെ ഇങ്ങനെ നിബന്ധിക്കുമ്പോൾ നിങ്ങൾ പതറരുത്. എന്താ കാര്യം എന്നറിയാവോ? അത് ഇത്രേ അർത്ഥമാക്കുന്നുള്ളൂ, യു ലോസ്റ്റ് യുവർ മെറിറ്റ്. നിങ്ങളുടെ യോഗ്യത, കപ്പാസിറ്റി, എബിലിറ്റി ഇല്ലേ, ആ കഴിവ് തീർന്നു എന്നേ ഉള്ളൂ. പക്ഷെ കഴിവ് തീർന്നതിൻ്റെ അർത്ഥം എന്താണ്? എന്താണ്? കൃപ പ്രവർത്തിക്കും. അതായത് ഒരു സംഭവം നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നടക്കാതെ നേരെ എതിര് സംഭവിച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് അത് പോയെന്നേ ഉള്ളൂ. പക്ഷെ ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. അതെന്താണ്? കൃപ. അതുകൊണ്ടാണ് എഫേസ്യൻസ് പറയണത്, എഫേസ്യൻസ് 2:8, വിശ്വാസം വഴി കൃപയാലാണ്. അതാണ്, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, അത് നമ്മുടെ കഴിവല്ല, ദൈവത്തിന്റെ ദാനമാണ്. നേടിയെടുക്കാത്തത് നമ്മുടെ കയ്യിലുണ്ട്. എന്താണ് അത്? ദൈവത്തിന്റെ ദാനം. അപ്പൊ നേടിയതുണ്ട്, പിന്നെ നേടിയെടുക്കാൻ പറ്റാത്തതുണ്ട്. ഇപ്പൊ ഇത് നേട്ടം വരുമ്പോ നമ്മൾക്ക് കോട്ടമാണെന്ന് പറയും. നേട്ടം ഇല്ലെങ്കിൽ പിന്നെ കോട്ടമാണെന്ന് പറയരുത്. പിന്നെ എന്താ ഉള്ളത്? ദാനമാണെന്നാ പറയണത്. അപ്പോൾ ഒരു കാര്യം നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ കർത്താവിന് വേറെ പദ്ധതിയുണ്ട്. അത് നമ്മുടെ കഴിവോ ബുദ്ധിയോ പരീക്ഷയോ വിജയമോ ആരോഗ്യമോ എക്സ്പീരിയൻസോ കൊണ്ടല്ല, മറിച്ച് കർത്താവിൻ്റെ കൃപ കൊണ്ട്. ഈ ഉടമ്പടി മുഴുവൻ നിലനിൽക്കണം അങ്ങനെയല്ലേ? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. സക്കറിയ എന്താ പറയണത്? 4:6 എടുത്ത്. അവൻ എന്നോട് പറഞ്ഞു, കർത്താവ് സെറുബ്ബാബേലിനോട് അരുളി ചെയ്തു, സൈന്യബലത്താലല്ല കരബലത്താലുമല്ല എന്റെ ആത്മാവിനാലാണ് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. എന്റെ ആത്മാവിലാണെന്ന് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പോഴ് സൈന്യബലത്താൽ നടക്കുന്ന കാര്യങ്ങളുണ്ട്, കരബലത്താൽ നടക്കുന്ന കാര്യങ്ങളുണ്ട്. ഇത് രണ്ടുമില്ലെങ്കിൽ കാര്യം നടക്കത്തില്ലെന്നല്ല അർത്ഥം. കാര്യം നടക്കണ കർത്താവിൻ്റെ കരത്തിൻ്റെ കൃപയിലാണെന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു കാര്യം നിന്റെ യോഗ്യത കൊണ്ട് നടന്നില്ലെങ്കിൽ അതിനർത്ഥം നടക്കുകയില്ലെന്നല്ല, മറിച്ച് കർത്താവിൻ്റെ കരം കൊണ്ട് നടക്കുമെന്നാണ്. അപ്പം നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം. അങ്ങനെ ആശ്രയിച്ച് കൃപയിൽ